നമ്മുടെ ഏതൻ തോട്ടത്തിലെ പുതിയൊരു വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഈ പീച്ചിൽ എല്ലാവരും പല പ്രാവശ്യം കണ്ടിട്ടുള്ളതാണ്. ഞാൻ ടെറസിൽ വരുമ്പോഴെല്ലാം ഈ നമ്മുടെ ഈ പീച്ചിൽ ഞാൻ കാണിക്കുന്നുണ്ട്. കണ്ടോ, കായ്ച്ച നിറഞ്ഞു നിൽക്കുന്നത് കണ്ടോ. ഒരു ചുവടിലെ കായ്കൾ ആണ് കേട്ടോ. ഞാനിത് ഇപ്പം 2 ഞാൻ പറിച്ചെടുത്തേ. ഒന്നിത്തിരി മുറ്റിപ്പോയിന്ന് തോന്നുന്നു. എന്നാലും കുഴപ്പമില്ല, തോടൊന്ന് കളയേണ്ടി വരും, അത്രയേ ഉള്ളൂ. പക്ഷെ അകത്ത് അത് പാകമായിരിക്കും കേട്ടോ. അപ്പോൾ ഇതേണ്ട നിറച്ച് കാഴ്ച നിൽക്കുന്നത്. അപ്പോൾ ഒരു ചുവട് പീച്ചിൽ നമ്മൾ നമ്മുടെ ടെറസിൽ അല്ല ഞാൻ ഇത് വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ ചുവട് താഴെയാണ് ഇരിക്കുന്നത്. താഴേന്ന് ടെറസിലോട്ട് പടർത്തി കൊണ്ടുവന്നതാണ്. ഇത് ടെറസ് നിറഞ്ഞ് പടർന്നിട്ടുണ്ട്. നിറയെ കായ്കളും കിട്ടുന്നുണ്ട് കേട്ടോ. ഇതൊരു നാടൻ പീച്ചിലാണ്. ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം കുറേ നമ്മുടെ ഈ റോയിൽ നിൽക്കുന്ന കത്തിരികളെല്ലാം നമ്മൾ പ്രൂൺ ചെയ്തല്ലോ. പ്രൂൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ കണ്ടോ, അതിൽ നിറയെ ബ്രാഞ്ചസ് വന്ന് പൂക്കുന്നുണ്ട്. പക്ഷേ അതിൽ നിറയെ പുഴുവിൻ്റെ ആക്രമണം ഉണ്ടായി കേട്ടോ. ഇതാണ് നമ്മൾ ഈ ഓരോ ദിവസവും വളരെയധികം ശ്രദ്ധിച്ച് ഓരോ കാര്യങ്ങൾ ചെയ്ത്, കീടനാശിനി ആയിരുന്നാലും ശരി തന്നെ, ഫംഗിസൈഡ്സ് ആയിരുന്നാലും ശരി തന്നെ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ പണിപ്പാളും. അപ്പോൾ പുഴുവിന് പിന്നെ ഞാൻ ബിവേറിയ സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കണ്ടതിനെല്ലാം കൈകൊണ്ടെടുത്ത് കളഞ്ഞിട്ടുണ്ട്. അങ്ങനെയൊക്കെ പോയി കേട്ടോ, പുഴുക്കൾ പോയി. എന്നാൽ തന്നെയും ആ ഇലകളൊന്നും ഒരു ഭംഗിയില്ലാതെ ആയിപ്പോയി. കുഴപ്പമില്ല, എന്നാലും കായ്കൾ നമുക്ക് നല്ല രീതിയിൽ കിട്ടും. 2 ദിവസം ഇങ്ങോട്ട് വരാൻ പറ്റിയില്ല, അതുകൊണ്ടാണ് ഇത്രയും ഇലകൾ പോകാനുള്ളൊരു സാഹചര്യം ഉണ്ടായത്. ഇത് നമ്മുടെ ഇതെന്താണ് അമ്പഴം ഞാൻ ഇതിന് മുന്നേ കാണിച്ചിട്ടുണ്ടല്ലോ. ടെറസിലൊരു ഡ്രമ്മിനകത്ത് വെച്ചിരിക്കുന്ന എപ്പോഴും സ്ഥിരമായിട്ട് ഇങ്ങനെ പൂക്കളുണ്ടാവും. നമുക്ക് അച്ചാറിനായിരുന്നാലും മീനിലിടാനും ഒക്കെ കിട്ടും കേട്ടോ. ഇത് സ്വീറ്റ് അമ്പഴമാണ്, ഗ്രാഫ്റ്റ് ചെയ്ത തൈ. ഇത് നമ്മുടെ പേര, ഡ്രമ്മിലിരിക്കുന്ന പേരയുണ്ടോ, ഞാൻ കഴിഞ്ഞ ദിവസവും കാണിച്ചായിരുന്നു. അതിൽ നിറയെ പൂക്കൾ വരുന്നുണ്ട്. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോയിലോട്ട് പോവുകയാണ്. അപ്പം ഈ ഒരു വീഡിയോ ചെയ്യുന്നതിന് മുമ്പ് പഴയതും കൂടെ കാണിക്കുന്നത്, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചെയ്തത് അല്ലെങ്കിൽ നേരത്തെയൊക്കെ നിൽക്കുന്നതിന് എന്ത് സംഭവിച്ചു എന്നുള്ളതുകൂടെ കാണണ്ടേ. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അതൊക്കെ കൂടെ ഒന്ന് കാണിച്ചത് കേട്ടോ. ഇന്ന് നമ്മൾ കുറച്ച് പയർ തൈകളാണ് നടാൻ പോകുന്നത്. പിന്നെ ഇതാ നമ്മൾ ഇവിടെ ആണ് നമ്മുടെ സലാഡ് കുക്കുംബർ ഉണ്ടായിരുന്നത്. അപ്പോൾ സലാഡ് കുക്കുംബറിൻ്റെ എല്ലാം കാലാവധി കഴിഞ്ഞു തുടങ്ങി കേട്ടോ. അപ്പോൾ അതിനി കുറച്ചൊരു ഒന്ന് രണ്ട് പ്രാവശ്യം കൂടെ കുറച്ചൊരു 4-5 കായ്കൾ വീതം കുറച്ച് കായ്കൾ കൂടെ കിട്ടിക്കഴിയുമ്പോൾ അത് നമുക്ക് മാറ്റി നടാറാകും. അപ്പം ഇന്നിപ്പം ചെയ്യുന്നത് ഈ ഭാഗത്ത് ഒരു വരി പയർ നടാൻ പോവുകയാണ്. ഇത് നേരത്തെ ഒരിക്കൽ പയർ നട്ടതാണ്, എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഷീല എന്ന് പറഞ്ഞിട്ടൊരു വയലറ്റ് കളർ പയർ ഞാൻ നിറച്ച് നട്ടിട്ടുണ്ടായിരുന്നു. അത് നട്ടിരുന്ന ഭാഗമാണ്. അപ്പോൾ ആ പയർ നട്ട് കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ ഒരു പ്രാവശ്യം ഇതിനകത്ത് ചീര നട്ട് കേട്ടോ. ചീര നട്ട് കഴിഞ്ഞിട്ട് ഇപ്പം വീണ്ടും പയർ നടാൻ പോവുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ആ പയർ പടർത്തിയിരുന്ന വള്ളിയാണ് കേട്ടോ. ആ വള്ളി അങ്ങനെയും വിട്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് വീണ്ടും നമുക്ക് ഈ പടരുന്ന ഏതെങ്കിലും ഇനങ്ങൾ നടണമെങ്കിൽ നടാൻ വേണ്ടിയിട്ടുള്ള സൗകര്യത്തിനാണ് ആ വള്ളി നശിപ്പിക്കാതെ വിട്ടിരുന്നത്. അപ്പോൾ ഒരു പ്രാവശ്യം ഒരു ക്രോപ്പ് നട്ട് കഴിഞ്ഞാൽ, ഒരു വിള നട്ട് കഴിഞ്ഞാൽ അവിടെ അതേ വിള വീണ്ടും ഒരിക്കലും നമ്മൾ നടാൻ പാടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ആ മണ്ണിലെന്നോ അല്ലാതെയോ ഉള്ള കീടബാധകളും രോഗബാധകളും ഒക്കെ ആ വിളകളെ തുടരെ നട്ടുകൊണ്ടിരുന്നാൽ രൂക്ഷമായിട്ടുള്ള ആക്രമണം ഉണ്ടാവും. അതുകൊണ്ടാണ് ക്രോപ്പ് റൊട്ടേറ്റിംഗ്, വിള ഇങ്ങനെ മാറി മാറി ചെയ്യണമെന്ന് പറയുന്നത്. അപ്പം പയർ നടാൻ വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ മണ്ണൊരുക്കം ഇതിന് മുന്നേയും കാണിച്ചിട്ടുണ്ട്. നമ്മുടെ എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്ക്, പച്ചക്കക്ക, എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്ക്, പച്ചക്കക്കാപ്പൊടി, ചാണകപ്പൊടി, ഇത് 4മാണ് നമ്മൾ മെയിനായിട്ട് ചേർക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ അത് ചേർത്ത് തയ്യാറാക്കിയിട്ട മണ്ണാണ് കേട്ടോ. ഞാൻ കഴിഞ്ഞ ദിവസം ഇതെല്ലാം കൂടെ റെഡിയാക്കിയിട്ടിരുന്നു. ഞാൻ ഈ പറഞ്ഞ സാധനങ്ങൾ എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ പിന്നെ അതെന്താണെന്ന് വീണ്ടും കാണിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഈ പച്ചക്കക്ക അല്ലെങ്കിൽ ഡോളമൈറ്റ്, കുമ്മായം, ഇതിൻ്റെയൊക്കെ വ്യത്യാസങ്ങൾ, ഇത് ചേർക്കുമ്പോൾ ഉള്ള പ്രയോജനങ്ങൾ, ഇതിനെക്കുറിച്ചൊക്കെ സെപ്പറേറ്റ് വീഡിയോസ് നമ്മുടെ ചാനലിലുണ്ട്. അപ്പോൾ അത് കാണാത്തവർ അതുകൂടെ പോയി ഒന്ന് കാണണം കേട്ടോ. അപ്പോൾ ഇതിനിടയ്ക്ക് ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. അപ്പോൾ ഈ വീഡിയോ കാണുന്നവരാരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാമോ? ഞാൻ ഇതിനു മുമ്പും പല പ്രാവശ്യം കാണിച്ചിട്ടുണ്ട്. നമ്മൾ ഓരോ വിളകൾ നടുമ്പോൾ വാമിടേണ്ടതിൻ്റെ ആവശ്യത്തിനെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാനിത് വാമിടാൻ പോവുകയാണ് കേട്ടോ. വാം നമ്മൾ വാങ്ങുമ്പോൾ നമുക്ക് വിശ്വസ്തമായ സ്ഥലത്തുനിന്ന് വാങ്ങണം.
പിന്നെന്താണ് അതിൻ്റെ കാലാവധി നോക്കി വാങ്ങണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ വാം നമ്മൾ ഉപയോഗിച്ചിട്ട് കാര്യമുള്ളൂ. വാം ഇട്ട് കഴിയുമ്പം വാട്ടരോഗങ്ങൾ, നമ്മുടെ നിമാവിര അങ്ങനത്തെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് ഒരു പ്രതിരോധ ശേഷി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ നമ്മൾ ഈ തൈകൾ വയ്ക്കുന്ന ആ പിള്ളക്കുഴിയിലോട്ടാണ് ഒരു നുള്ളു വാം ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അവിടെ ഇരുന്ന് ആ വേരുകൾ ആ വാമിലോട്ട് പിടിച്ചിട്ട് തൈകൾ നല്ല കരുത്തോടു കൂടി പ്രതിരോധ ശേഷി കൂടിയ തൈകളായിട്ട് വളരും. ഇപ്പം നമ്മുടെ മക്കളായിരുന്നാലും ശരി തന്നെ, അവർ നല്ല ആരോഗ്യമുള്ളവരാണെങ്കിൽ പോഷകാഹാരം കൂടുതൽ അല്ലെങ്കിൽ കൃത്യമായ അളവിൽ പോഷകാഹാരം കിട്ടുന്ന കുട്ടികളാണെങ്കിൽ അവർക്ക് പ്രതിരോധ ശേഷി കൂടുതലായിരിക്കും, അവർക്ക് രോഗങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതകളും കുറവായിരിക്കും അല്ലേ. അല്ലെങ്കിൽ മുതിർന്ന മനുഷ്യരായിരുന്നാലും ശരി തന്നെ ആ കൃത്യമായ രീതിയിലുള്ള ആ പോഷകങ്ങൾ അല്ലെങ്കിൽ ആവശ്യമുള്ള കലോറി ഫുഡൊക്കെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല എനർജി ഉണ്ടാവും, ആരോഗ്യം ഉണ്ടാവും അല്ലേ. അതുപോലെ തന്നെയാണ് നമ്മുടെ ചെടികളുടെ കാര്യവും. നമ്മൾ മനുഷ്യനെ താരതമ്യപ്പെടുത്തി തന്നെയാണ് നമ്മളെ ചെടികളെയും നമ്മൾ സംരക്ഷിക്കാനുള്ളത്. അപ്പോൾ അത്തരത്തിൽ സംരക്ഷിച്ച് കഴിയുമ്പോൾ നമ്മളെ ചെടികൾ നല്ല കരുത്തോടുകൂടി രോഗബാധ കീടബാധ ഒന്നും ഇല്ലാതെ നമുക്ക് വളർന്നു കിട്ടും, നമ്മൾ ഉദ്ദേശിക്കുന്ന ഫലം അതിൽ നിന്ന് കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അടിസ്ഥാനപരമായിട്ട് ചെയ്യേണ്ടുന്ന ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പം നമുക്ക് ആദ്യം എല്ലാ ഡ്രമ്മുകളിലും ഓരോ പിടി വാമിട്ട് കൊടുക്കാം കേട്ടോ. അപ്പം വാമിടുന്നത് ഞാൻ ഇതിന് മുന്നേയും കാണിച്ചിട്ടുണ്ട്, എങ്കിൽ തന്നെയും ആദ്യമായിട്ടൊക്കെ വീഡിയോ കാണുന്നവരുണ്ടാവുമല്ലോ, അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരിക്കൽ കൂടെ കാണിക്കുകയാണ് കേട്ടോ. ഇതാണ് നമ്മൾ തൈ നടാൻ ഉപയോഗിക്കുന്ന കുഴി. ആ കുഴിയിലോട്ട് നമ്മുടെ കൈക്ക് ഇത്രയും വാമെടുക്കുക, ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ തൈ വയ്ക്കുന്നത് ഈ വാമിലോട്ടായിരിക്കും വയ്ക്കുന്നത്. അതുപോലെ നമുക്ക് ഓരോന്നിലും വെച്ച് കൊടുക്കാം. ഞാൻ എല്ലാത്തിലും വാമിട്ട് കേട്ടോ. അപ്പം വാമിൻ്റെ പ്രാധാന്യം ഞാൻ പറഞ്ഞല്ലോ, വാം കിട്ടുമെന്നുള്ളവർ വാങ്ങിച്ച് വാമിടുക. വാമില്ല എന്ന് വെച്ച് കൃഷി ചെയ്യാതെയൊന്നും ഇരിക്കണ്ട, വാമില്ലെങ്കിലും ചെയ്യുക കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാനിത് ഈ പയർ തൈകൾ അതിലോട്ട് നടാൻ പോവുകയാണ്. അപ്പം നമ്മൾ നടുന്നതിന് മുന്നേ അല്ലെങ്കിൽ നട്ട ഉടനെ ചെയ്യുന്ന വേറൊരു കലാപരിപാടി ഞാൻ ഇതിനിടയ്ക്ക് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ സ്യൂഡോമോണസിൽ തൈകൾ മുക്കി വയ്ക്കുകയോ അല്ലെങ്കിൽ നട്ട് കഴിഞ്ഞിട്ട് അതിലോട്ട് ആ ചോട്ടിൽ നല്ലതുപോലെ സ്യൂഡോമോണസ് കലക്കി ഒഴിച്ചു കൊടുക്കുകയോ ചെയ്യണം. അപ്പം ഞാനിത് സ്യൂഡോമോണസ് ഒഴിച്ച് വെച്ചിരുന്ന തൈകളാണ് കേട്ടോ. സ്യൂഡോമോണസ് മിക്കവാറും എല്ലാവർക്കും അറിയാമായിരിക്കും, ഒരു ഫംഗിസൈഡാണ്, ഒരു വളർച്ചാ ത്വരകമാണ്. അപ്പം നമുക്ക് രണ്ട് രീതിയിലും ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണ് സ്യൂഡോമോണസ്. അപ്പോൾ സ്യൂഡോമോണസ് നമ്മൾ വാങ്ങിക്കുമ്പം മെയിനായിട്ട് ഡേറ്റ് നോക്കി വാങ്ങിക്കണം കേട്ടോ. പിന്നെ ഈ വാമായിരുന്നാലും സ്യൂഡോമോണസ് ആയിരുന്നാലും ഇതുപോലെയുള്ള സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ട് വന്ന് അധികം വെയിലോ അല്ലെങ്കിൽ വെളിച്ചോ അങ്ങനെയുള്ള സ്ഥലത്തൊന്നും കൊണ്ടുവയ്ക്കാതെ ഒരു പാത്രത്തിനകത്ത് അടച്ച് സൂക്ഷിക്കുക കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ ഇതിനെയൊക്കെ സൂക്ഷിക്കേണ്ട ഒരാവശ്യം കൂടെ ഉണ്ട്. അപ്പം ഞാൻ ഈ തൈയെ നമ്മൾ ട്രേയിൽ നിന്ന് തൈ ഇളക്കുമ്പോൾ അതിൻ്റെ അടിഭാഗത്ത് ഒന്ന് പ്രസ് ചെയ്തിട്ട് പതുക്കെ പൊക്കിയെടുക്കുമ്പോൾ അതിൻ്റെ വേരുകളൊന്നും തന്നെ പൊട്ടാതെ ഇതുപോലെ നമുക്ക് ഈ തൈ കിട്ടും കേട്ടോ. ആ തൈയെ നമ്മൾ ഈ വാമിലോട്ട് നേരിട്ട് വെച്ച് കൊടുക്കുക, ഒരല്പം മണ്ണിട്ട് മൂടി കൊടുക്കുക. ഈ രീതിയിലാണ് ഞാൻ പയർ നടുന്നത് കേട്ടോ. പയറൊക്കെ നമുക്ക് നല്ല രീതിയിൽ കൃഷി ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ ഇവിടുത്തെ പയറെന്ന് പറയുന്നത് മെയിനായിട്ട് കൊണ്ടുപോകുന്നത് ആരാന്നറിയാലോ, ഞാൻ ഇതിനു മുമ്പ് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, കാണിച്ചിട്ടുണ്ട്. തത്തയാണ് നമ്മുടെ പയറിൻ്റെ ആൾക്കാർ. ഇപ്പോൾ പയറില്ലാത്തതുകൊണ്ട് തത്തകളെ ഇങ്ങോട്ട് കാണാനും ഇല്ല കേട്ടോ. അപ്പോൾ പയർ കായ്ച്ചു തുടങ്ങുമ്പോഴത്തേക്കും തത്തകൾ വന്ന് തുടങ്ങിക്കോളും. അപ്പോൾ ഇങ്ങനെ ഈ രീതിയിൽ തൈകൾ വെക്കുക. ഇത് ഞാൻ പിന്നെ നട്ടോളാം കേട്ടോ. വീഡിയോ നമുക്ക് ഫുൾ നട്ടുകൊണ്ടിരിക്കുന്ന വീഡിയോ കാണേണ്ട ആവശ്യമില്ലല്ലോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, നമ്മൾ പൊതയിടലും മെയിനായിട്ട് ചെയ്യുന്നൊരു കാര്യമാണ്. പൊതയിട്ട് കഴിയുമ്പം നമ്മുടെ മണ്ണിലെ ഈർപ്പം നിലനിർത്താനും ഈ പച്ചിലകൾ പൊടിഞ്ഞു ചേർന്ന് വളമാകാനും ഒക്കെ സഹായിക്കാറുണ്ട്. അപ്പം ഞാൻ മെയിനായിട്ട് ഉപയോഗിക്കുന്നത് ഇത് കമ്മ്യൂണിസ്റ്റ് വെച്ച ശീമക്കൊന്നയില, ഇത്തരത്തിലുള്ള സാധനങ്ങളാണ് ഞാൻ മെയിനായിട്ട് പൊതയിടാനായിട്ട് ഉപയോഗിക്കുന്നത്. കറിവേപ്പലല്ലോ, നമ്മുടെ വേപ്പല, അരിവേപ്പിൻ്റെ ഇല ഉപയോഗിക്കാറുണ്ട്. അത്തരത്തിലുള്ള ഇലകൾ എന്ത് നമുക്ക് കിട്ടുന്നോ, ചപ്പുചവറുകളായിരുന്നാലും ശരി തന്നെ, കിട്ടുന്നതെല്ലാം ഇതിൻ്റെയൊക്കെ ചോട്ടിൽ, ഇപ്പം നമ്മൾ പുതിയതായിട്ട് നടുന്നതിൻ്റെ ചോട്ടിലായിരുന്നാലും ശരി തന്നെ, നേരത്തെ നട്ടിരിക്കുന്നതിൻ്റെ ചോട്ടിലായിരുന്നാലും ശരി തന്നെ പൊതയിടുക എന്നുള്ളത് നല്ലൊരു കാര്യമാണ്. അപ്പോൾ പൊതയിടാൻ പറ്റിയില്ല എന്ന് കരുതി വിഷമിക്കേണ്ട, പറ്റുന്നവർ പൊതയിടുക. അപ്പോൾ എന്തായാലും ചപ്പ് ചവറുകളോ അല്ലെങ്കിൽ കളകളോ ഒക്കെ ഇല്ലാത്ത ആരും ഉണ്ടാവില്ലല്ലോ, അതെല്ലാം പറിച്ച് കൂട്ടി വെച്ചിരുന്നിട്ട് നമുക്ക് പൊതയായിട്ട് ഉപയോഗിക്കാം. തൈകൾ നടുമ്പം നമ്മൾ വൈകുന്നേരങ്ങളിൽ തൈകൾ നടുന്നതാണ് നല്ലത് കേട്ടോ.
അപ്പോൾ ഇങ്ങനെ പൊതയിട്ട് കൊടുക്കുക, ഒന്ന് വെള്ളം നനച്ച് കൊടുക്കുക. പിറ്റേ ദിവസം വെയിലുണ്ടെന്നുണ്ടെങ്കിൽ 1-2 ദിവസം ഒന്ന് മൂടി വെച്ച് കൊടുക്കുക കേട്ടോ. ഇന്നിപ്പോൾ മൂടേണ്ട കാര്യമില്ല, അതിപ്പോൾ നമ്മൾ സന്ധ്യാസമയത്താണ് നട്ടത്. രാവിലെ ഞാൻ നോക്കിയിട്ട് നല്ല വെയിൽ വരികയാണെങ്കിൽ ഒന്ന് മൂടിക്കൊടുക്കും. ഇതാണ് നമ്മുടെ ഏദൻ തോട്ടത്തിലെ പയർ കൃഷിയുടെ വിശേഷം. നമ്മുടെ ടെറസെല്ലാം ആകെ പോയി കിടക്കുകയാണ്. അപ്പോൾ ഓരോന്നായിട്ട് ഒരറ്റത്തുനിന്നേ തുടങ്ങി നമ്മുടെ പഴയ ഏദൻ തോട്ടത്തിൻ്റെ പ്രൗഢി വീണ്ടെടുക്കാനുള്ള ശ്രമത്തിലാണ് ഞാൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അടുത്ത് നമുക്കൊരു പുതിയൊരു വീഡിയോയിൽ പുതിയൊരു കാഴ്ചയിൽ പുതിയൊരു വിശേഷമായിട്ട് വീണ്ടും കാണാം. വീണ്ടും കാണുന്നത് വരെ ബായ്.